ഉളഹിയ കർമ്മം നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണോ? എന്നാൽ ദുൽഹിജ്ജ 1 മുതൽ ഉളഹിയ കർമ്മം നിർവഹിച്ച് പൂർത്തിയാകുന്നതുവരെ ശരീരത്തിലെ രോമങ്ങളും നഖങ്ങളും നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. അങ്ങനെ നീക്കം ചെയ്യുന്നത് കറാഹത്തുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിക്കുന്നതായി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫൽയുംസിക അൻ ശഅരിഹി വ അൽഫാരിഹി. നിങ്ങൾ ദുൽഹിജ്ജയുടെ ബാലചന്ദ്രനെ ദർശിക്കുകയും നിങ്ങളിൽ ഒരാൾ ഉളഹിയ കർമ്മം നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഫൽയുംസിക അൻ ശഅരിഹി വ അൽഫാരിഹി, അവൻ്റെ നഖങ്ങളെയും മുടികളെയും നീക്കം ചെയ്യുന്നതിൽ നിന്നും അവൻ മാറി നിന്നുകൊള്ളട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ഫിഖ്ഹി നിയമം തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വയുസന്നു ലിമുരീദിഹ അല്ലാ യുസീല ശഅറഹു വലൗ ബിനഹ്വി ആനതിഹി വയബ്തിഹി. ഉളഹിയ കർമ്മം നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നവൻ ശരീരരോമം നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. അത് രഹസ്യഭാഗത്തിലെ രോമവും കക്ഷരോമവുമാണെങ്കിൽ പോലും നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. വലാ ദുഫറഹു, അവൻ്റെ നഖത്തെ നീക്കം ചെയ്യാതിരിക്കലും സുന്നത്താണ്. വലാ ഗൈറഹുമാ മിൻ സായിരി അജ്സാഇൽ ബദനി ഹത്തദ്ദമി, ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെ നീക്കം ചെയ്യാതിരിക്കലും സുന്നത്താണ്. ശരീരത്തിലെ രക്തത്തെ വരെയും നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. വഹിക്മത്തുഹു ശുമൂലുൽ മഗ്ഫിറത്തി വൽ ഇത്ഖു മിനൻ നാരി ലിജമീഇഹി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഉളഹിയത്തിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള പാപമോചനവും നരകമോചനവും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നീക്കം ചെയ്യാതിരിക്കുക എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതാണ് നീക്കം ചെയ്യാതിരിക്കുന്നതിലെ യുക്തിയെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബ്ദുൽ ഹമീദ് ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെയുടെ ഹാഷിയത്തു ഷർവാനിയിൽ രേഖപ്പെടുത്തുന്നത് വലൗ ഫീ യൗമിൽ ജുമഅ, അത് ജുമഅ ദിവസമാണെങ്കിലും ശരി ശരീരത്തിലെ രോമങ്ങളും നഖങ്ങളും നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി നിഹായത്തുൽ മുഹ്താജിൽ രേഖപ്പെടുത്തുന്നത് ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം തലയിലെ മുടിയും താടി രോമങ്ങളും മീശയും കക്ഷരോമവും രഹസ്യഭാഗത്തെ രോമവും എല്ലാം അതിൽ തുല്യമാണ്. അങ്ങനെ നീക്കം ചെയ്യൽ കറാഹത്തുമാണ്. ഈ കറാഹത്ത് നിലനിൽക്കുന്നത് ഉളഹിയ കർമ്മം നിർവഹിച്ച് പൂർത്തിയാകുന്നതുവരെയാണ്. ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ കറാഹത്താകുന്നത്. എന്നാൽ ശരീരത്തിന് ബുദ്ധിമുട്ടാകുന്ന നഖവും തൊലിയുമൊക്കെ നീക്കം ചെയ്യുന്നതുകൊണ്ട് കറാഹത്തുണ്ടാകില്ല എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉളഹിയ കർമ്മത്തിൽ പ്രത്യേകമായ ഈ സുന്നത്ത് ശ്രദ്ധിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.